നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു കിടിലൻ സൺറൈസ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെ കഷ്ടപ്പാടെല്ലാം മാറ്റി വെച്ച് എന്താ അടിപൊളി വിഷ്വലാണ് നോക്കിക്കേ. ആകാശം മുഴുവൻ ഇങ്ങനെ ഒരു ചുവന്ന കളറിൽ അടിപൊളി. ഇതിൻ്റെ ഒരു ഭംഗി കാരണം എത്രമാത്രം വീഡിയോ എടുത്താലും നമുക്കങ്ങ് മതിയാവുകയല്ല. ഫ്രെയിം വെച്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഒരു നല്ല വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം അതിൻ്റെ തലങ്ങും വിലങ്ങുള്ള ഫോട്ടോ എടുക്കുന്നേ, അല്ലെ വീഡിയോ എടുക്കുന്നേ. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇടയ്ക്ക് വയോമിങ്ങിൽ വെച്ചിട്ടേ ഞങ്ങൾ ഷിഫ്റ്റ് എല്ലാം മാറി നമ്മുടെ അർജുൻ ഭായ് വണ്ടി ഓടിക്കാൻ തുടങ്ങി കേട്ടോ. മഞ്ഞിനൊരു അതിരില്ലേ അർജുൻ ഭായ്? രാവിലെ തുടങ്ങിയാണല്ലോ പരിപാടി. ടൊറന്റോയിലൊക്കെ +12. ആ, ഇവിടെ കഴിഞ്ഞ ആഴ്ച ആണേലും പ്ലസ് അല്ലായിരുന്നു. ഇതുപോലെ രാവിലെ തുടങ്ങിയ മഞ്ഞ. അങ്ങോട്ട് പോകുമ്പോഴും ഈ ലൊക്കേഷൻ ഭയങ്കര സീനായിരുന്നു. അതെ ഫുള്ള് ബ്ലാക്ക് ഐസും സാധനമായിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ടന്റ് ആണ്. നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ കണ്ടന്റ് ആട്ടോ. നല്ല സ്നോ സ്റ്റോമും മഞ്ഞുമലകളും കാര്യങ്ങളൊക്കെ. പക്ഷേ 8 മൈലിൽ ഏതാണ്ട് വലിയ ക്രാഷ് ഉണ്ട്, റോഡിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നൊക്കെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നേ. അർജുൻ ഭായ് ഉണ്ടായിരുന്നോ? മറ്റേ 8 മൈലിലേ. ആ, പക്ഷെ ഏതോ എക്സിറ്റ് എടുക്കാൻ പറഞ്ഞോണ്ട് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു 211. ഇവരെന്നെ എടുക്കാതെ ഇവിടെ കിടക്കണ പോലും. ഓക്കെ ഏട്ടാ, നമ്മൾ വയോമിങ്ങിലെ റോളിൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ കറന്റ് ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെയാണ് ഈ ആക്സിഡന്റ് ഉള്ളത്. ആക്സിഡന്റ് കുറച്ചോളം മുന്നോട്ടാണ്. അപ്പം നമ്മൾ ആ വാണിങ്ങി കണ്ട പോലെ എക്സിറ്റ് 211 എടുത്തിട്ട് ഇവിടുത്തെ ബിസിനസ് റൂട്ട് എടുത്ത് വളഞ്ഞു കയറാന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. എന്നാ ചുമ്മാ ഇവിടെ ഇത്രയും തിരക്ക്, ഇവരെന്താ ഈ എക്സിറ്റ് എടുക്കാത്ത വല്ല ഐഡിയ ഉണ്ടോ? ഓ, സിഗ്നൽ ഉണ്ടല്ലേ, അതിന്റെ ആയിരിക്കും ഇത്രയും തിരക്കല്ലേ. എന്തായാലും ആ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. അന്തരീക്ഷം ക്ലിയർ ആയത് തന്നെ ഓക്കെ. മറ്റേ കാറ്റത്തെ ട്രക്ക് പറഞ്ഞാ സാധ്യത, കാരണം വിൻ വാണിംഗ് ഉണ്ടായിരുന്നു അല്ലേ? നോക്കാം. ഓ, പക്ഷെ കാണാൻ പറ്റൂലല്ലോ, കാരണം നമ്മള് സൈഡ് റോഡ് പിടിച്ച. ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിലാ വെതർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് വെതർ ഓക്കെ, ആ മഞ്ഞ് പെയ്ത്തില്ല, നല്ല സണ്ണാണ്, അതുകൊണ്ട് സൈഡ് റോഡ് നമുക്ക് സുഖമായിട്ട് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞ് ഇപ്പൊ നമ്മളെ നാക്ക് വായിൽ ഇട്ടതല്ലേ ഉള്ളൂ.
ഇപ്പൊ നിങ്ങൾ വെതർ നോക്കിക്കോണേ, ഒരു നിമിഷം കൊണ്ട് ഒരു കാറ്റടിച്ചപ്പോഴത്തേക്ക് വെതർ മാറി മറിഞ്ഞാൽ നോക്കിക്കോണം. ഇങ്ങനത്തെ ഡീവിയേഷൻസ് വരുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ഒരു 2-3 മൈൽ മുമ്പേ അത് ഇതുപോലത്തെ നമുക്ക് ആരോസ് കാണിച്ച് വണ്ടികളെല്ലാം ഗൈഡ് ചെയ്ത് വിടുന്ന ആൾക്കാർ റോട്ടിലുണ്ടായിരിക്കും കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായ, എല്ലാവരും കൂടെ അവസാന നിമിഷം ഒന്ന് കുത്തിക്കയറ്റി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. ചുമ്മാ ഗൂഗിൾ മാപ്പും കൂടെ വെച്ചോട്ടോ, എവിടെയെങ്കിലും റെഡ് ലൈറ്റ് കിട്ടിയാൽ നമ്മൾ വിടും. ആ അതെന്നാന്ന് വെച്ചാൽ ഈ ഇപ്പൊ റെഡ് ലൈറ്റ് ഒക്കെ വരുന്നോണ്ട് വണ്ടികൾ സ്ലോ അല്ലേ. ഒരു കണക്കിനുണ്ടല്ലോ റോളിൻസ് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു നഗരം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാന്ന് അങ്ങ് കൂട്ടിയാച്ചാൽ മതി. പെട്ട് കിടക്കുമ്പോഴല്ലാതെ വേറെ എപ്പോഴാണ് നമ്മൾ പോസിറ്റിവിറ്റി കണ്ടെത്തേണ്ട അർജുൻ ഭായി? ലൈഫ് ഫുൾ ഓഫ് പോസിറ്റിവിറ്റിയിൽ നമുക്ക് വേറൊരു ഇതിന്റെ ആവശ്യമില്ല. ഞായറാഴ്ച രാത്രിയിലും വീട്ടിലെത്താന്നായിരിക്കും, അതിന് പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്ന് കിടക്കുന്നു വർത്താനങ്ങൾ പറയാനൊക്കെ ആണ്. നമ്മള് വീണ് കിടക്കുന്ന അവസരങ്ങൾ വേണം നമുക്ക്. ഞാൻ പോയി അടുത്ത ട്രിപ്പിൽ കൂട്ടാം. ദൈവമേ, ഞാനൊരു മുരടനെയാണല്ലോ എനിക്ക് ടീം ഡ്രൈവറായിട്ട് കിട്ടിയതെന്നുള്ള. ആ കണ്ടെന്നേ, ഇതാണ് അമേരിക്കൻ കൺട്രി സൈഡിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ ബഹള. പെരളി എന്ന് പറഞ്ഞാൽ പെരളി. പെരളി എന്ന് പറഞ്ഞാൽ കൂട്ടം. നമ്മളങ്ങ് ആവേശം കയറിയിട്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾ അതൊക്കെ ഫുള്ള് സാഹിത്യം. നിങ്ങൾ കാണാൻ എന്ത് കിടിലം വണ്ടികളാണ് കിടക്കണെന്ന്. വേണ്ട, ഈ സാധനം കണ്ടോ നിങ്ങൾ? ഇതൊരു ടൈപ്പ് ബോട്ടാണ്. ഈ ബോട്ടിന് പൊൻറ്റൂൺ ബോട്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ സാധനം കൊണ്ടങ്ങ് ലേക്കിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബിയറും പിക്നിക്കിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പ്. പല ടൈപ്പ് ഓഫ് ബോട്ട്സ് ഉണ്ടല്ലോ. ഇത് മറ്റേ പെന്തക്കോസ്റ്റ് പള്ളിയല്ലേ ചേട്ടാ, ഈ ബോൺ അഗൈൻ മിനിസ്ട്രീസ് എന്ന് പറയുന്നത്? ആ അതെ അതെ, അതൊരു ടൈപ്പ് ഓഫ് പെന്തക്കോസ്റ്റ് പള്ളി. ചേട്ടാ മറ്റേ മഹീന്ദ്രന്റെ മെറ്റഡോറിന്റെ സാധനം എടോ ദേണ്ടോ, അതാടാ അത് മഹീന്ദ്രയുടെ വണ്ടിയല്ലേ ഇത്? നോക്ക്, ഇത് കറക്റ്റ് നമ്മുടെ മറ്റേ പഴയ വണ്ടിയല്ലേ ഇത്? മഹീന്ദ്ര കെട്ടെടുത്താണോ ഡിസൈൻ? മഹീന്ദ്ര വണ്ടിയായിരിക്കും. ആയിരിക്കും അല്ലേ? അത് ജീപ്പിന്റെ വണ്ടി. ജീപ്പിന്റെ വണ്ടി അത്? മഹീന്ദ്ര ചൂണ്ടിയാണ്. മഹീന്ദ്ര പണ്ടേ ജീപ്പിന്റെ ഡിസൈൻ ചൂണ്ടിട്ടാണല്ലോ നല്ല വണ്ടികളൊക്കെ. ശരിക്കും ജീപ്പിന് അപ്പൊ എന്തൊക്കെ ഐക്കോണിക് കില്ലാടി ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ? ഇവന്മാർക്ക് ഈ സാധനമൊക്കെ ഇപ്പോഴും ഇറക്കുവാണെന്നുണ്ട് എന്തോ ഒരു വിറ്റു. മറ്റേ ഇതിന്റെ ഈ ഡിസൈനിൽ വന്ന മഹീന്ദ്രന്റെ ഇതിന്റെ 4x4 വണ്ടികൾ ഇപ്പൊ കുറെ ആൾക്കാര് മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. കൊടൈക്കനാല് ആ ഏരിയയിലൊക്കെ ഒത്തിരി തമിഴ്നാട് വണ്ടികളുണ്ട് 4x4. ഈ സാധനം മറ്റേ മേടിച്ചിട്ടുണ്ടോ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടിറക്കുന്നുണ്ട്. മറ്റേ ഫോക്സ് വാഗന്റെ കോമ്പി പോലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനം. ഈ സാധനം ഒന്ന് റീലോഞ്ച് ചെയ്യുവാണെങ്കിൽ അപ്പൊ എന്തായാലും റോളിൻസ് എന്ന കൊച്ചു പട്ടണത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡീവിയേഷൻ കിട്ടിയതുകൊണ്ട് ഇത്രയും കാഴ്ചകൾ കൊണ്ടുവരാൻ പറ്റിയില്ലേ. ഇത് വേണ്ട ഇച്ചിബാൻ ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്.
ഇടയ്ക്ക് നമ്മൾ നിർത്തുമ്പോഴത്തേക്കും ഒക്കെ ഈ ഇച്ചിബാനെ കയറാറില്ല. ഉദയണ്ടാ വീണ്ടും വണ്ടികൾ. എന്തോരം കിട്ടില്ല വണ്ടികൾ അർജുൻ ഭായി. ശിവ നമ്മൾ ഡൗൺ ടൗണിലേക്കാണല്ലോ പോണേ. അതല്ലോ ഡൗൺ ടൗൺ ആവണല്ലോ. ആവണുള്ളൂ. വണ്ടി വളയോ? വണ്ടിയൊക്കെ അർജുൻ വളക്കില്ലേ? ഞാനോർത്ത് കഴിയാറായിരുന്നു ടൗണ്. ഡൗൺ ടൗണിലേക്കാണ് പോണേ. ഐ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ നല്ല കിഡിലൻ അമേരിക്കൻ ഗ്രാമക്കാഴ്ചകൾ കൊണ്ടുവരാൻ പറ്റിയത്. പോലീസാണല്ലോ മുമ്പില്. എല്ലാരും ഡീസന്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യാനാന്ന് തോന്നുന്നല്ലേ. എന്തായാലും പോലീസുകാരും റോട്ടിൽ നിന്ന് എല്ലാം ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പൊക്കോളാനൊക്കെ. നന്നായി. ഇതൊരു പള്ളിയാണല്ലോ. നല്ല കിടിലം പള്ളിയല്ലേ. എന്ത് രസാ നോക്കിക്കടാ. അടിപൊളി അല്ലേ. അതിന്റെ അപ്പുറത്തെ ഭാഗത്തെ ഇത് കുറച്ച് പഴക്കമുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. വലിയൊരു മറ്റേ മിനിസ്ട്രിന്റെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അമേരിക്കൻ ഫ്ലാഗ് അങ്ങനെ പറന്നു കളിക്കുകയാണ് മഞ്ഞത്ത്. ഇതാണ് അർജുൻ ഭായ് പറഞ്ഞ ഒരു ഫസ്റ്റ് നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക്. അതിന്റെ ഇടയിലൊരു പിള്ളേർ കേട്ടോ. എനിക്കാണ് അവനീ തിരക്കിന്റെ ഇടയിൽ കിടന്ന് അഭ്യാസം കാണിച്ചിട്ടുണ്ടാവും. എന്തായാലും നല്ല വെട്ടമുള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഡീവിയേഷൻ കിട്ടിയത് നന്നായി അർജുൻ ഭായി. അല്ല ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കല്ല. എന്തായാലും കുറെ നാൾ കൂടി എത്ര അടിപൊളി. ഇത് ലോഡ്ജല്ലേ? ഒരു പഴയ റസ്റ്റിക് സെറ്റപ്പിലുള്ള ഒരു ലോഡ്ജ്. എന്തായാലും ഇത്രയും നേരം ഉണ്ടല്ലോ നല്ല പഴയ ടൗണുകളാ കാണിച്ചെന്നുണ്ടെങ്കിലും ആധുനികതയുടെ മുഖമുദ്ര എന്നൊക്കെ പറയുന്ന സ്റ്റാർബക്സ്, ടാക്കോ ബെല്ല്, ഹാംപ്ടൺ ഇന്ന് അമ്മാതിരി ഐറ്റംസ് ഒക്കെ നഗരത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലാണ്. എന്നാന്നറിയോ, സഞ്ചാരത്തിന്റെ ഇൻഫ്ലുവൻസാ. കുറച്ച് മറ്റേ ഈ സഞ്ചാരത്തിന്റെ പരിപാടികളുണ്ടല്ലോ. സഞ്ചാരത്തിന് പകരം കൈരളി ചാനൽ ഒരു ഓഞ്ഞ പരിപാടി ഇറക്കിയിട്ടുണ്ട്. ഇതേമാതിരി യാത്ര ചെയ്യുന്ന ഒരാളത് ഇല്ല അമ്മാതിരി ഓഞ്ഞ ഡയലോഗ് ഞാൻ കേട്ട്. സഞ്ചാരത്തിന്റെ ഒന്നും ക്ലാരിറ്റി ഇല്ല കേട്ടോ. എന്നാലും എന്റെ സാഹിത്യം അങ്ങ് ദഹിച്ചില്ല. അങ്ങനെ കുറച്ചു നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷം നമ്മുടെ അർജുൻ ഭായ് നമ്മളെ ഹൈവേയിൽ തിരിച്ചു കയറ്റിയിരിക്കുകയാണ്. താങ്ക് യു അർജുൻ ഭായ്. എന്താ സംഭവം നടന്നതെന്ന് അറിയാൻ ഒരു ഐറ്റം ഇല്ല. കാരണം ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് സംതിങ് ഡേഞ്ചറസ് അല്ലേ. അല്ലെങ്കിൽ അവര് റോഡ് ഹൈവേ ഫുള്ള് ക്ലോസ് ചെയ്യും. അതെ അതെ. എന്തായാലും ഹൈവേയിൽ തിരിച്ചു കയറിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇപ്പൊ നമ്മൾ വയോമിങ്ങിലെ റോളിൻസ് ആണ് കഴിഞ്ഞത്. ഇനി നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് നോർത്ത് പ്ലാറ്റ് അല്ലെങ്കിൽ നെബ്രാസ്ക, അയോവ അങ്ങനെയുള്ള മറ്റ് അമേരിക്കൻ സ്റ്റേറ്റുകളൊക്കെയാണ്.
ഏതാണ്ടൊക്കെ വാണിങ് പിന്നെ മുമ്പിലുണ്ടല്ലോ. ഓ മൈ ഗോഡ്. ഓ ഇത് വിഷയമില്ല. എക്സ്പെക്ട് ക്ലോഷർ ടു ഹൈ പ്രൊഫൈൽ വെഹിക്കിൾസ്. ഹൈവിൻഡിന്റെ വാണിങ് ഇനിയും മുന്നോട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചു പോയാൽ മതി കേട്ടോ അർജുൻ ഭായി. ഒരു വക കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാ ഒരു വക കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്റെ പൊന്നളിയാ, ക്യാമറയില് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണാം, സെൻസറുകൾ ഉള്ളത് കാരണം. ടെമ്പറേച്ചർ എത്രയുണ്ട് ബ്രോ? 0. ഓ എന്റെ അമ്മ, ഇതൊരു സീൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സീൻ സെറ്റപ്പ്. എടാ ഈ മഞ്ഞിന്റെ കൂടത്ത് ഇത്രയും കാറ്റും കൂടെ ഉണ്ടല്ലോ. ആ ട്രക്കിന്റെ പുറകെ അങ്ങ് പിടിക്കാം, അവന്റെ ബ്രേക്ക് ലൈറ്റ് നോക്കിട്ട്. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോയാൽ മതി കേട്ടോ. കാണൂല. അല്ല എല്ലാരും ചവിട്ടിയാക്കി ഇട്ടുണ്ടേ എങ്ങാനും ഒരു എമർജൻസി വന്നിട്ടേ. എന്തായാലും എനിക്ക് സന്തോഷമായി അർജുൻ പോയി. വിന്റർ തീർന്നതിന് മുമ്പേ കണ്ടന്റ് കാരണം വിന്റർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ബ്യൂട്ടിഫുൾ വെതറും കാര്യങ്ങളായി സമ്മറിലെ കാഴ്ചകൾ നമ്മൾ എന്തോരം കാണിക്കും. നമുക്ക് ഇത്രയും നല്ല കാഴ്ചകൾ അല്ലെങ്കിൽ വിന്ററിന്റെ ഒരു തീവ്രതയൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് നോക്കിക്കോണേ, നമുക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇത് മുന്നിൽ വെതർ ക്ലിയർ ആവാൻ പോവാ. നോക്കിക്കേ ഫ്രണ്ടില്. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോളാവേ. ആകാശം എന്ത് ക്ലിയർ ആയി. നിപ്പി നമ്മൾ ഇത്രയും വന്ന സാഹചര്യങ്ങളെല്ലാം മാറി ഇപ്പൊ തന്നെ സ്നോയും നിൽക്കുമായിരിക്കും. അങ്ങ് അകലെ നല്ല സൺഷൈൻ കാണാം. ഇത് ഒരു കർട്ടൻ മാറി ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുന്ന പോലെ അല്ല, ഒരു നാടകത്തിനൊക്കെ ബാക്ക് ഡ്രോപ്പ് വലിച്ചു മാറ്റിയിടുന്ന പോലെ മാറുന്നു. ഇതിപ്പോ കറക്റ്റ് ആ ട്രാൻസിഷൻ നമുക്ക് ആ വീഡിയോ കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഇവിടുത്തെ വെതർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ വിശ്വസിക്കൂ അല്ലേ? കറക്റ്റ് നമുക്ക് ആ ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ തോന്നി. കാരണം ദൂരെ നിന്ന് ആകാശം തെളിഞ്ഞ് കണ്ടോണ്ട്. അതെ, ടെൻഷൻ അടിച്ച് ശ്രദ്ധിക്കേണ്ട സാഹചര്യം വരുമ്പോ തലയൊക്കെ മുമ്പിലേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കി. അതെ, ഇതൊക്കെ കണ്ടോ നിങ്ങൾ നോക്കി. ഇത്ര നേരം നമ്മുടെ വിൻഷീൽഡിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ഐസൊക്കെ അങ്ങ് ടെമ്പറേച്ചർ കയറി അങ്ങ് പിടിച്ചിരിക്കുമല്ലായിരുന്നു. ഇപ്പൊ വേണ്ട ഇതെല്ലാം മെൽറ്റായി പയ്യെ തൂങ്ങി തുടങ്ങി. അതായത് ടെമ്പറേച്ചർ പയ്യെ ഒന്ന് കയറി സണ്ണ് അടിച്ചു തുടങ്ങി. അതിന്റെ വ്യത്യാസം. എന്റെ ഈശ്വര, ടെമ്പറേച്ചറിന്റെ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ കണ്ടേ. സെക്കൻഡുകൾക്കുള്ളിലാ മാറിയത്. 2.5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അത് മാറിയത്. അത് എന്തായാലും ഇപ്രാവശ്യം നമുക്ക് കട്ടില്ലാതെ ഒറ്റ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ട്രാൻസിഷൻ കൊണ്ടുവരാൻ പറ്റി. സാറിന് നമ്മളെപ്പോഴും പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഇവർക്ക് കൺവിൻസ് ആവുമെന്ന് അറിയില്ലല്ലോ. സത്യമായിട്ട് ഞാൻ അതാ ചിന്തിച്ച കളിയാ. ആകാശത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞോണ്ടല്ലോ, ഇതല്ലേ ആകാശത്തിന്റെ ഭംഗി. എത്രമാത്രം കിടിലം വിഷ്വൽസാ നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ കണ്ടതല്ലേ, തൊട്ട് മുന്നിൽ പോണ ട്രക്ക് നമുക്ക് കാണാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ താണ്ട് നോക്കിക്കേ, ആകാശത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അങ്ങ് സെറ്റപ്പ്, നല്ല കറക്റ്റ് ക്ലൗഡ്സും അതിന്റെ റിഫ്ലക്ഷനും ലൈറ്റിങ്ങും എല്ലാം രണ്ട് സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തേക്കണ പോലെ.
തന്നെ അങ്ങോട്ട് വിളിക്കാം. എന്തായാലും രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ബോർഡർ എത്തി. ഇനി ബോർഡർ ക്ലിയറൻസ് കഴിഞ്ഞ് നേരെ ആടി ചെന്നാൽ വണ്ടിയിട്ട് വീട്ടിൽ പോവാം. നിങ്ങളുടെ മോനോട് ചോദിച്ചു മേടിക്കുന്നുണ്ട്. Morning, officer. Sorry. How long were you gone? We left on Tuesday. And where did you go? We went to California. Picked up from Carson, California. Thank you. അങ്ങനെ നമ്മൾ ടൊറൻറ്റോയോട് അടുക്കുമ്പോഴത്തേക്കുവേ സദേൺ ഒന്റാറിയോ സ്പ്രിംഗ് സീസണിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഞ്ഞ് വീണ് കിടന്നിരുന്നിടത്തു നിന്നൊക്കെ മഞ്ഞെല്ലാം ഉരുകിപ്പോയി. പ്ലസ് ടെമ്പറേച്ചറാണ്, +1 ഉള്ളൂ. അടുത്ത ആഴ്ച കുറച്ച് തണുപ്പൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും പൊതുവെ സ്പ്രിംഗ് സീസൺ വരാറായി എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പം ഉടനെ തന്നെ സ്പ്രിംഗ് സീസൺ ആവുന്നു, സമ്മർ ആവുന്നു, അടിപൊളി കാലാവസ്ഥയാവും. എന്തായാലും ദൈവാനുഗ്രഹിച്ച് നമ്മൾ GTA എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വലിയ തിരക്ക് കാണുന്നില്ല കേട്ടോ. അത് ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. എന്നാലും സാധാരണ ഈ ഒരു ഏരിയയിലേ നമുക്ക് എപ്പോഴും തിരക്കായിട്ടാണ് കാണാറ്. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, നമ്മുടെ ഭാഗ്യം. പിന്നെ ഇപ്പോൾ GTA കയറിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ തീമുണ്ടല്ലോ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന തീം. അതായത് ട്രാഫിക് വയലേഷൻസും ട്രാഫിക്കിൻ്റെ മാന്യതയും അല്ലെങ്കിൽ ട്രക്ക് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും തമ്മിലുള്ള ഡിഫറൻസും റോഡിൽ പാലിക്കാൻ പറ്റുന്ന മര്യാദകളുമൊക്കെ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ GTA. കാരണം വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ മാത്രം പറയുന്നില്ല, ലോകത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ കാനഡയിൽ വരുന്ന ഇമിഗ്രൻസ് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് GTA അഥവാ ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയ. അപ്പം ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് കൾച്ചേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കാരണം ഇപ്പം നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ചൊട്ടായാലെ ശീലം ചുടല വരെയെന്നല്ലേ. അപ്പം എത്ര നല്ല ഡീസൻറ്റ് പരിപാടികളുള്ള ഒരു സ്ഥലത്തെത്തി നമ്മൾ പുതിയതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോഴും അത്രയും ചിലപ്പം 10-25 കൊല്ലത്തോളം നമ്മൾ പഴകിയ ആ ഒരു സ്വഭാവം ചിലപ്പം മാറ്റാൻ നമുക്ക് സമയമെടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പ് ഹോൾ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുത്തിക്കയറ്റുകയോ അല്ലെങ്കിൽ ഓടിക്കാൻ പാടില്ലാത്ത ലൈനിൽ കൂടെ ഓടിക്കുവോ, അല്ല 2 ലൈൻ എടുത്ത് ഓടിക്കുവോ, അല്ല റെഡ് ലൈറ്റ് പാലിക്കാണ്ടിരിക്കുവോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇതിനൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പിഴകളാണ്. കാരണം ഫൈൻ പൈസയുടെ മാത്രമല്ല, ഇവിടെ ട്രാഫിക്കിൻ്റെ എല്ലാവരുടെയും ലൈസൻസും ഇൻഷുറൻസും എല്ലാം ഒരു പോയിന്റ് സിസ്റ്റത്തിൽ കൂടെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഇൻഷുറൻസിനെ എല്ലാം ബാധിക്കും നമുക്ക് പോയിന്റ് പോയി കഴിഞ്ഞാൽ. പക്ഷേ എന്നാലും ഇതൊന്നും ആരും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ നമ്മൾ അത്രയും നാളും പഴകി ആ ഒരു ശീലം വെച്ച് ഒരു വര കാണുമ്പോഴും കുറി കാണുമ്പോഴും എല്ലാം അതിനൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അങ്ങ് എടുത്തുകൊണ്ട് നാച്ചുറലായിട്ട് അല്ലേ അങ്ങ് പോകുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ കുറേയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കറിയാം, നമ്മൾ സ്ഥിരം ഈ റൂട്ട് ഓടിക്കുന്നതുകൊണ്ട് എവിടെയൊക്കെയാണ് ആൾക്കാർക്ക് അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളതെന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ്. എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് ട്രക്ക് ഓടിക്കുന്നവർ നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ. അതായത് ഒരു ലൈൻ തീരുവാണ്, അല്ലെ അടുത്ത ലൈനിലേക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മെർജ് ചെയ്യണം എന്നുള്ള വാർണിങ്സ് നമുക്ക് ഒരു 2 കിലോമീറ്റർ ഇപ്പറേ തൊട്ടേ റോഡിൻ്റെ സൈഡുകളിൽ കണ്ടു തുടങ്ങും. ലൈൻ എൻഡ്സ് മെർജ് ലെഫ്റ്റ് അല്ലെ മെർജ് റൈറ്റ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ട്രക്ക് ഇങ്ങനെ ബ്രേക്ക് ഇട്ട് ഫ്രണ്ടിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആൾക്കാരെല്ലാം എത്ര ദൂരെ നിന്ന് വാണിംഗ് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് മെർജ് ചെയ്യാതെ ആ ട്രക്കിൻ്റെ മുമ്പിൽ കയറി അങ്ങ് കുത്തിക്കയറ്റി അവസാന നിമിഷം ആ മെർജ് ചെയ്യുന്ന ആ ഒരൊറ്റ പോയിന്റ് ഉണ്ടല്ലോ,
അവിടെ കൊണ്ട് കുത്തിക്കയറ്റി ഇതിൻ്റെ മുമ്പിലേക്ക് കയറ്റി നിർത്താൻ നോക്കും. അത് ഒരു പതിവായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന 401 നിന്ന് നമ്മൾ 427 കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു റാമ്പ് എടുക്കുന്ന സ്ഥലം. നമ്മുടെ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം. അവിടുത്തെ കുത്തിക്കയറ്റലുകൾ കാണിച്ചു തരാവേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പുറത്തെ മെർജിങ് ലൈൻ അവർ 2 ലൈൻ എടുത്ത് ബ്ലോക്ക് ചെയ്തങ്ങ് വെച്ചേക്കും ട്രക്കും കൊണ്ട്. കാരണം എല്ലാന്നുണ്ടെങ്കിൽ ഈ കുത്തിക്കയറ്റലുകാരുടെ ബഹളമായിരിക്കും. പ്രോപ്പറായിട്ട് ലൈനിൽ ക്യൂ പാലിച്ച് പോകുന്നവരോടുള്ള ഒരു കോക്കി കാണിക്കലാണല്ലോ അവസാന നിമിഷം കൊണ്ടുവന്ന് കുത്തിക്കയറ്റുന്നത്. അതൊരു സ്ഥിരം പരിപാടി എല്ലായിടത്തും. അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ കുത്തിക്കയറ്റി അവിടെ മാറി നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം കയറുമ്പോഴത്തേക്കും ഇപ്പം ഏതവനാടാന്ന് പറഞ്ഞ് ഇങ്ങനെ വിൻഡോയിൽ കൂടെ നോക്കി പോകുമ്പോഴത്തേക്കും അതൊരു ഇന്ത്യൻ ഫേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. ഒരു പൊതുവേ അതിന് വേണ്ടിയിട്ട് പറയുന്നത് ഇമ്പോർട്ടിങ് തേർഡ് വേൾഡ് എന്നാണ് പറയുന്നത്. ഇവിടെ സ്വഭാവം അവിടെ വെച്ചിട്ട് വന്നൂടെ എന്നുള്ളത്. ഇപ്പം ഒരു പരിധി വരെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആൾക്കാരുടെ കാട്ടായം അത് 100% അങ്ങനെയാണ്. എന്നാൽ ഈ പറയുന്നതെല്ലാം കാണിക്കുന്നത് മുഴുവൻ ഇന്ത്യക്കാരെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇടയ്ക്കിടയ്ക്ക് മറ്റ് എല്ലാ എത്തിനിസിറ്റി പെട്ടവരും അത് കാണിക്കുകയും ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റവും മോശമായിട്ട് അലമ്പ് കാണിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന 401 ടോട്ടൽ 12 ലൈനുകളുണ്ട് കേട്ടോ. അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് 6 ലൈനുകളും ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്നിടത്തും 6 ലൈൻ, അങ്ങനെ 12 ലൈൻ. 401 ചില ഭാഗങ്ങളിൽ ഒരു സൈഡിലേക്ക് 8 ലൈൻ വെച്ചിട്ട് നമുക്ക് 8 16 ലൈനുള്ള സ്ഥലങ്ങൾ വരെയുണ്ട്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ആയിട്ട് പറയുന്നത് ഈ ഒൻറ്റാറിയോ 401. പിന്നെ വേറൊരുത്തനാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ പോണ ഈ ടക്സൺ കണ്ടോ ഹിണ്ടായുടെ, അവൻ പയ്യെ പോണേ. ആ പൊട്ടനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ പയ്യെ പോകുന്നത് റൈറ്റ് ലൈൻ അല്ലേ ഫോളോ ചെയ്യേണ്ടതെന്ന് അവൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ കുറേ നേരമായി, ഇപ്പോൾ ഒരു 3-4 കിലോമീറ്ററായി. പക്ഷേ അവർക്കറിയാൻ പാടില്ലാത്തതുണ്ടല്ലോ, നമുക്ക് ട്രക്കുകൾക്ക് ഈ ഒരു ലൈനെ ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ രണ്ടും നോ ട്രക്ക് റൂട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവന് ഇത്രയും പയ്യെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഓവർടേക്ക് ചെയ്തേനെ? ഒന്ന് കുറയ്ക്കാമോ ബ്രോ? 452 5365 അല്ലേ? 5365 മൈൽസ്, 5365 മൈൽസ് ആണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ട്രിപ്പ് എൻവലപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ട്രെയിലറും ട്രക്കും കൂടെ പാർക്ക് ചെയ്താൽ ഈ ആഴ്ചത്തെ നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ശരി, നാളെ കാണാം. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ട്രിപ്പിലെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു പുതിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്തവർ, നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മൊന്ന് അയച്ചു കൊടുത്ത് നമ്മുടെ ചാനലാണെന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം പറയണേ. അപ്പം എന്തായാലും ശരി, ബൈ.